ഹലോ, രാവിലെ ബ്രേക്ക്ഫാസ്റ്റിനാണെങ്കിലും ഈവനിങ് സ്നാക്കായിട്ടും അതല്ലെങ്കിൽ ഡിന്നറായിട്ടൊക്കെ തയ്യാറാക്കിയെടുക്കാൻ പറ്റിയ ഒരു കിഡിലൻ ഐറ്റം ആണ് കേട്ടോ ഇന്ന് കാണിക്കുന്നത്. ഇത് തയ്യാറാക്കിയെടുക്കാൻ വെറും 3 ചേരുവകൾ മാത്രം മതി. എല്ലാ വീട്ടിലും എപ്പോഴും ഉണ്ടാവുന്ന കുറഞ്ഞ ചേരുവകൾ വെച്ചിട്ടാണ് ഇത്രയും നല്ല രുചിയുള്ള ഒരു ഐറ്റം ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ ഇത് ഉണ്ടാക്കിയെടുക്കുകയാണെങ്കിൽ എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടമാവും കേട്ടോ. ചിക്കൻ കറിയുടെയോ ബീഫ് കറിയുടെയോ മുട്ടക്കറിയുടെയോ ഒക്കെ കൂടെ സെർവ് ചെയ്യാം. അതുമാത്രമല്ല തേങ്ങാപ്പാലിൻ്റെ കൂടെയും ഇത് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. ഈവനിങ്ങിലൊക്കെ കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ തേങ്ങാപ്പാലോ അതല്ലെങ്കിൽ ചിക്കൻ കറിയൊക്കെ ഉണ്ടാകുന്ന ദിവസമൊക്കെ ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ നല്ല ഇഷ്ടത്തോടെ തന്നെ കഴിച്ചോളും. സ്കൂൾ വിട്ട് വരുന്ന മക്കൾക്ക് വയറ് നിറച്ച് കഴിക്കാൻ പറ്റും കേട്ടോ. ഇതുപോലെ ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ട്, അതുപോലെ തന്നെ എളുപ്പമാണ് ഉണ്ടാക്കിയെടുക്കാൻ. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കണ്ടു നോക്കാം. അതിന് മുമ്പായിട്ട് ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ മറക്കാതെ ആ ലൈക്ക് ബട്ടണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യണേ. ഇനി നമുക്ക് കണ്ടു നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ബൗൾ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1 കപ്പ് അളവിൽ അരിപ്പൊടി എടുത്ത് വെച്ചിട്ടുണ്ട്. 1 കപ്പ് വെച്ചിട്ട് തന്നെ നമുക്ക് അത്യാവശ്യം ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ. ഇനി ഇതിലേക്ക് വേണ്ടത് റവയാണ്. 1 കപ്പ് അളവിന് 1/2 കപ്പ് റവയാണ് വേണ്ടത്. അപ്പോൾ നിങ്ങൾ അരിപ്പൊടി കൂടുതൽ എടുക്കുന്നുണ്ടെങ്കിൽ റവയുടെ അളവും അതിനനുസരിച്ചിട്ട് കൂട്ടിയെടുക്കുക കേട്ടോ. എത്രയാണോ പൊടി എടുക്കുന്നത് അതിന് പകുതിയായിട്ട് റവ ചേർത്ത് കൊടുക്കണം. ഇനി ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്ത് ഒരു സ്പൂണോ ഫോർക്കോ ഒക്കെ വെച്ചിട്ട് ഈ ഒരു ഉപ്പും അരിപ്പൊടിയും റവയും ഒക്കെ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. നല്ലപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ നല്ല തിളച്ച വെള്ളമാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കേണ്ടത്. നമ്മൾ ഇടിയപ്പത്തിനൊക്കെ മാവ് തയ്യാറാക്കി എടുക്കുമ്പോൾ നല്ല തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കാറില്ലേ, അതുപോലെ തന്നെ നല്ല തിളച്ച വെള്ളം വേണം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാനായിട്ട്. ആദ്യം 1 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഫോർക്ക് വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ആദ്യം തന്നെ ഒരുപാട് ഒഴിച്ചു കൊടുക്കരുത്. ഇതുപോലെ ഒഴിച്ചു കൊടുത്തിട്ട് ആവശ്യമാണെങ്കിൽ പിന്നെ ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ. കുറച്ച് വെള്ളത്തിൻ്റെ കുറവുണ്ടായിരുന്നു, അപ്പോൾ ഞാൻ കുറച്ചും കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. വീണ്ടും നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ആദ്യം സ്പൂണോ ഫോർക്കൊക്കെ വെച്ച് ഇങ്ങനെ കുറച്ച് സമയം മിക്സ് ചെയ്യുമ്പോൾ തന്നെ അതിൻ്റെ ചൂടൊന്ന് പാകമായിട്ട് കിട്ടും. അപ്പോൾ നമുക്ക് കൈ വെച്ചിട്ട് നല്ലപോലെ ഒന്ന് കുഴച്ചെടുക്കാൻ പറ്റും. ഇത് കണ്ടോ, ഈ ഒരു പാകത്തിലാണ് കേട്ടോ വേണ്ടത്. ഒരുപാട് ലൂസായി പോകാനും പാടില്ല, അതുപോലെ തന്നെ ഒരുപാട് ടൈറ്റായി പോകാനും പാടില്ല. ഈ ഒരു പാകത്തിന് വേണം മാവ് കുഴച്ചെടുക്കാൻ. ഇനി ഇതിൽ നിന്നും ഓരോ ഉരുളയാക്കിയിട്ടെടുക്കാം. കയ്യിൽ വെച്ചിട്ടൊന്ന് ഉരുട്ടിയെടുക്കാം. എന്നിട്ടൊന്ന് പരത്തിയെടുക്കാനാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് അരിപ്പൊടി തൂവിക്കൊടുത്ത് ഇതൊന്ന് റൗണ്ട് ഷേപ്പിൽ പരത്തിയെടുക്കുക. നമ്മൾ പൂരിയൊക്കെ തയ്യാറാക്കി എടുക്കൂലേ, അതുപോലെ ആ ഒരു വലുപ്പത്തിൽ പരത്തിയെടുക്കുക കേട്ടോ. ഒരുപാട് വലുതാക്കേണ്ട ആവശ്യമില്ല. ഇതുപോലെ ഈ ഒരു സൈസിൽ പരത്തിയെടുത്താൽ മതി. ഇത് പരത്തിയെടുക്കുമ്പോൾ ശക്തിയിൽ പരത്തിയെടുക്കരുത് കേട്ടോ, അത് പൊട്ടി പോകാനൊക്കെ സാധ്യതയുണ്ട്. അപ്പം പതുക്കെ ഒന്ന് പരത്തിയെടുത്താൽ തന്നെ പെട്ടെന്ന് റെഡി ആയിട്ട് കിട്ടും. ഇനി ഞാൻ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. എല്ലാം ഒരേ റൗണ്ടിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് ചെയ്തെടുക്കുന്നത്, നിർബന്ധമൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഇതുപോലെ ഒരെണ്ണം ഇവിടെ പരത്തിയെടുത്തിട്ടുണ്ട്. ഈ ഒരു വലുപ്പത്തിലും തിക്നെസ്സിലൊക്കെയാണ് കേട്ടോ വേണ്ടത്. മുഴുവനായിട്ടും ഇതുപോലെ പരത്തിയെടുത്തിട്ടുണ്ട് കേട്ടോ. നമുക്ക് 1 കപ്പ് അരിപ്പൊടിയും 1/2 കപ്പ് റവയും വെച്ചിട്ട് 20 എണ്ണം തയ്യാറാക്കി എടുക്കാൻ പറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് നല്ല ചൂടായ എണ്ണയിലിട്ടിട്ടൊന്ന് വറുത്ത് കോരാം. എണ്ണ നല്ല ചൂടായി വരുമ്പോൾ തീ മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നമ്മൾ പൂരിയൊക്കെ ഫ്രൈ ചെയ്തെടുക്കുന്ന പോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കുക. എണ്ണത്തിൻ്റെ മുകളിലേക്കായിട്ട് ഇങ്ങനെ തൂവി കൊടുക്കുക കേട്ടോ. അപ്പോൾ മുകൾ ഭാഗമൊക്കെ നന്നായിട്ട് പൊങ്ങി വരും. അപ്പോൾ ഇതുപോലെ പൊങ്ങി വരുന്ന സമയത്ത് നമുക്ക് തിരിച്ചിട്ട് കൊടുക്കുക. എന്നിട്ട് 2 വശമൊന്ന് മൊരിയിപ്പിച്ചെടുക്കുക. ഇതിങ്ങനെ 2 ലെയറായിട്ട് വരുന്നതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ മൊരിഞ്ഞ് കിട്ടും കേട്ടോ. ഒരെണ്ണം ഇവിടെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇതുപോലെ ബാക്കിയുള്ളതെല്ലാം ഫ്രൈ ചെയ്തെടുക്കുക കേട്ടോ. വളരെ എളുപ്പത്തിൽ കുറഞ്ഞ ചേരുവകൾ വെച്ചിട്ട് എല്ലാവർക്കും ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ റെസിപ്പിയാണ്. ഇതിങ്ങനെ പരത്തിയെടുക്കുന്നത് കൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടാണെന്നൊന്നും വിചാരിക്കേണ്ട കേട്ടോ. കാരണം ഇത് വളരെ പതുക്കെ സ്ലോ ആയിട്ട് പരത്തുമ്പോൾ തന്നെ എളുപ്പത്തിൽ ഇതായി കിട്ടും. അതുകൊണ്ട് പരത്തുന്നതൊന്നും ഒരു പണിയേ അല്ല, പെട്ടെന്ന് പരത്തിയെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇവിടെ മുഴുവനായിട്ടും ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. നല്ല അടിപൊളിയായിട്ടുള്ള ഈ ഒരു പലഹാരം നിങ്ങൾക്ക് ഇഷ്ടമായിട്ടെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യണം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്യണം. ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ അയച്ചു കൊടുക്കണം കേട്ടോ. ഇനിയും ഇതുപോലുള്ള സിമ്പിൾ ഈസി റെസിപ്പീസൊക്കെ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്